ഹോസ്പിറ്റലിലെ ജീവനക്കാരുടെ പിഴവ് മൂലം തന്നെയാണ് എൻ്റെ അമ്മ മരണപ്പെട്ടിരിക്കുന്നത്. അവരുടെ ചികിത്സാ പിഴവുകളും മൂലം തന്നെയാണ് എൻ്റെ അമ്മ മരണപ്പെട്ടിരിക്കുന്നത്. ഈ മാസം 20-നാണ് ഗർഭപാത്രത്തിലെ മുഴ നീക്കം ചെയ്യുന്നതിന് ചെറായി സ്വദേശിനിയായ 48-കാരി ബിന്ദുവിനെ എടവനക്കാട് ശ്രേയസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 21-ന് സർജറി നടത്തി. തൊട്ടടുത്ത ദിവസം പുലർച്ചെ മുതൽ ബിന്ദുവിന് അതികഠിനമായ വേദന അനുഭവപ്പെട്ടു. ഡോക്ടറോടും ആശുപത്രി ജീവനക്കാരോടും ഇക്കാര്യം പറഞ്ഞപ്പോൾ ഗ്യാസിന്റേതാണെന്നായിരുന്നു മറുപടി. തുടർ ചികിത്സ കൃത്യമായി നൽകിയില്ലെന്നും മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അത് വൈകിപ്പിച്ചെന്നും കുടുംബം പറയുന്നു. ഒടുവിൽ 23-ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ബിന്ദുവിനെ എത്തിക്കുമ്പോഴേക്കും ആന്തരിക അവയവങ്ങൾക്കുൾപ്പെടെ അണുബാധയേറ്റിരുന്നു. തൊട്ടടുത്ത ദിവസം ബിന്ദുവിന്റെ മരണവും സംഭവിച്ചു. ഇത് വലിയൊരു ശ്രേയസ് ഹോസ്പിറ്റലിലെ ആളുകളും അവിടെ വെച്ച് ഈ എൻ്റെ ഭാര്യനെ അവിടെ പിടിച്ചു വെച്ച് താമസിപ്പിച്ച് ഇവരിത് നേരത്തെ തന്നെ റെഫർ ചെയ്ത് മെഡിക്കൽ കോളേജിലോട്ട് മെഡിക്കൽ ട്രസ്റ്റിലോട്ട് കൊണ്ടുവരുന്നെങ്കിൽ എൻ്റെ ഭാര്യ ജീവനോട് വരുന്നതാണ്. ഇത് ശരിക്കും ഇവരൊരു കൊലപാതകമാണ് നടത്തിയേക്കുന്നത്. എനിക്ക് നീതി കിട്ടണം. ആരോഗ്യസ്ഥിതി മോശമായിട്ടും ഡോക്ടർമാർ കൃത്യമായി ചികിത്സ നൽകാത്തതാണ് അമ്മയുടെ ജീവൻ എടുത്തതെന്ന് മകൾ ഐശ്വര്യ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. ചെസ്റ്റ് പെയിൻ കൂടിയപ്പോൾ ഞങ്ങൾ പാനിക്കായി പിന്നെയും സിസ്റ്റേഴ്സിനെ വിളിച്ചിട്ട് അവരുടെ നിന്നുള്ള റെസ്പോണ്ടിങ് വളരെ ഇതായിരുന്നു, ലേസി ആയിട്ടുള്ളൊരു ഇതായിരുന്നു. കാരണം ഒരു ഓപ്പറേഷൻ കഴിഞ്ഞൊരു വ്യക്തിക്ക് കൊടുക്കേണ്ട ഒരു കൺസിഡറേഷനൊന്നും കിട്ടിയിട്ടില്ല സ്റ്റാഫ്സിൻ്റെ ഭാഗത്തുനിന്നുള്ളത്. വളരെ നേരം കഴിഞ്ഞിട്ടാണ് ആളുകൾ എത്തിയത്. മുനമ്പം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് ബിന്ദുവിന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ശ്യാം പ്രസാദ് ഉത്തമൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാം, ഗുഡ് മോർണിംഗ്. ചികിത്സാ പിഴവ് മൂലമാണെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. പക്ഷേ ഡോക്ടർ ഉറച്ചു നിൽക്കുന്ന അത്തരത്തിലൊരു പിഴവ് സംഭവിച്ചിട്ടില്ല എന്നാണ്. ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് എന്തെങ്കിലും വിശദീകരണം ലഭ്യമാണ് കാര്യത്തിൽ? ഈ മാസം 20-നാണ് ഈ ബിന്ദുവിൻ്റെ ഭർത്താവ് ബിന്ദുവിനെ സ്കൂട്ടറിലാണ് ഈ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. സ്കൂട്ടറിൽ കൊണ്ടുപോയി അദ്ദേഹം തുടർന്ന് അദ്ദേഹത്തിൻ്റെ ജോലിയായ കണ്ടക്ടറാണ് ബസ്സിൽ ജോലിക്ക് പോവുകയും ചെയ്തു. 21-നായിരുന്നു ഈ കീഹോൾ ശസ്ത്രക്രിയ. ഈ ശസ്ത്രക്രിയ കഴിഞ്ഞ ശേഷമാണ് പിറ്റേ ദിവസം ബിന്ദുവിന് ശരീരമാസകലം വേദന അനുഭവപ്പെടുകയും തുടർന്ന് ഇവർ ബന്ധപ്പെട്ട നേഴ്സുമാരെയും മറ്റുമൊക്കെ അറിയിച്ചെങ്കിലും അവരത് ഗ്യാസാണ് എന്നാണ് പറഞ്ഞത്. ശേഷം ഗ്യാസിൻ്റെ മരുന്നും കാര്യങ്ങളും നൽകുകയാണ് ഉണ്ടായത്. ഈ വേദന മാറാത്തതിനെ തുടർന്ന് മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന നിർബന്ധം പിടിച്ചതോടുകൂടിയാണ് തുടർന്ന് ഈ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറെ വിളിച്ചു വരുത്തുകയും ശേഷം എക്സ്റേ അടക്കമുള്ള CT സ്കാൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുകയും CT സ്കാനിൽ മറ്റ് ഒന്നും തന്നെ കണ്ടെത്തിയില്ല. പക്ഷേ എക്സ്റേയിൽ പിന്നീട് കണ്ടെത്തുകയാണ് ഈ ആന്തരിക അവയവങ്ങൾക്ക് ചെറിയ അണുബാധ സംഭവിച്ചിട്ടുണ്ട് എന്ന്. പക്ഷേ ആ ഘട്ടത്തിൽ ആന്തരിക അവയവങ്ങളുടെ അണുബാധ ഒരല്പം കൂടിപ്പോയിരുന്നു. ഈ ഘട്ടത്തിലാണ് പിന്നീട് ഇവർ വിദഗ്ധ ചികിത്സ വേണമെന്നും പറഞ്ഞ് മറ്റൊരു ആശുപത്രിയിലേക്ക് അയക്കുന്നത്. പക്ഷേ അതിനു മുന്നേ ഈ ബന്ധുക്കൾ ഈ അമ്മയുടെ മകൾ ഐശ്വര്യ അമ്മ കലശലായ വേദനയും മറ്റുമൊക്കെ പറഞ്ഞപ്പോൾ ഇവരോട് നിരന്തരം പറയുകയും പക്ഷേ അവർ വളരെ സ്വാഭാവികമായ രീതിയിൽ മാത്രമാണ് എടുത്തത്. അത് ഗ്യാസിൻ്റെ പ്രശ്നമാണ്, ഗ്യാസിൻ്റെ ഗുളിക കൊടുത്താൽ മാറിക്കോളും എന്ന രീതിയിലാണ് പറഞ്ഞത് എന്നതാണ് കുടുംബം ആരോപിക്കുന്നത്. അങ്ങനെ ഈ ശ്രേയസ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ച എന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. പക്ഷേ ഈ ഡോക്ടറോട് തിരക്കിയപ്പോൾ ഡോക്ടർ പറയുന്നത് അത്തരത്തിൽ വീഴ്ച ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ ശസ്ത്രക്രിയ നടത്തിയതിന് ശേഷം പിന്നീട് മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരിശോധിച്ചിരുന്നു. പിന്നീട് ഈ പരിശോധനയ്ക്ക് ശേഷം വീണ്ടും പരിശോധന നടത്തിയപ്പോഴാണ് ഈ അണുബാധ കണ്ടെത്തിയത്. അതിനെ തുടർന്നാണ് വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റിയതെന്നുമാണ് ഈ ആശുപത്രി അധികൃതരുടെ ഒരു വാദം. പക്ഷേ ഈ അവിടെ കൂടെ ഉണ്ടായിരുന്ന രോഗിയുടെ കൂട്ടിരിപ്പുകാരിയും മറ്റുമൊക്കെ പറയുന്നത് അങ്ങനെയല്ല. ഈ രോഗി കലശലായ വേദനയും മറ്റുമൊക്കെ പറഞ്ഞപ്പോഴും ഇവരോട് തുടർച്ചയായി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും യാതൊരു വിധ തരത്തിലുള്ള ഒരു നടപടിയും ഉണ്ടായില്ല. തുടർന്നാണ് തൊട്ടടുത്ത സമീപത്തെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത്. അവിടെ എത്തി വെന്റിലേറ്ററിലേക്ക് മാറ്റി. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മറ്റ് പരിശോധനകളും മറ്റും നടത്തിയപ്പോൾ ആന്തരിക അവയവങ്ങൾക്ക് പൂർണ്ണമായിട്ടും അണുബാധ സംഭവിച്ചിരിക്കുന്നു. ഇനി മറ്റൊരു ശസ്ത്രക്രിയ നടത്താനാകുകയില്ല എന്നതായിരുന്നു ആ ആശുപത്രി അധികൃതർ പറഞ്ഞത്. പക്ഷേ ഇത് കൃത്യമായ രീതിയിൽ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് ഈ ആശുപത്രി അധികൃതരുടെ രണ്ടാമത് കൊണ്ടുപോയ ആശുപത്രി അധികൃതരുടെ സംസാരത്തിൽ നിന്ന് വ്യക്തമാണ്. കാരണം അണുബാധ വളരെയേറെ കൂടിയിരിക്കുന്നു എന്നതാണ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം. അതായത് 2 ദിവസം പിന്നിടുന്നു. 25-നാണ് പിന്നീട് ബിന്ദു മരിക്കുന്നത്. ശേഷമാണ് പിന്നീട്
കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അവിടെ പോസ്റ്റ്മോർട്ടവും കാര്യങ്ങളൊക്കെ നടത്തി മുനമ്പം പോലീസിന് ഈ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും മുനമ്പം പോലീസ് ഈ സംബന്ധിച്ച് കേസെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചികിത്സാ പിഴവ് പലതരത്തിൽ പലപ്പോഴായി ആരോപിക്കപ്പെടുമ്പോഴൊന്നും അതിനെതിരെ ഒരു നടപടിയും ഉണ്ടാവാറില്ല. ഇക്കാര്യത്തിലും വലിയ പ്രതീക്ഷ ഈ കുടുംബത്തിനും വേണ്ട എന്നാണ് തോന്നുന്നത്. നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. പലപ്പോഴും അത് ഈ ഡോക്ടർമാരുടെ സംഘടനകളടക്കം ഡോക്ടർമാരെ മാത്രം പിന്തുണയ്ക്കുകയും അപകടം പറ്റിയവരെ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലൊരു ചികിത്സാ പിഴവ് സംഭവിച്ച് അതിന് ഇരയായവരെ അവഗണിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണാറുള്ളത്. ശ്യാം, കേൾക്കാമെന്ന് കരുതുന്നു. ഈ കാര്യത്തിലും ചികിത്സാ പിഴവിൽ നിരവധി തവണയായി ഇത്തരത്തിൽ കേരളത്തിൽ പല ഇടങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചകൾ. പക്ഷെ അപ്പോഴൊന്നും ഈ ചികിത്സാ പിഴവിന് ഇരയായവർക്ക് ഒരു നീതിയും കിട്ടിയതായി നമ്മൾ കണ്ടിട്ടില്ല. കുടുംബം എങ്ങനെയാണ് ഇതിൽ പ്രതീക്ഷ അർപ്പിക്കേണ്ടത്? മോത്തി, തീർച്ചയായിട്ടും അത് തന്നെയാണ്. സാധാരണഗതിയിൽ പ്രത്യേകിച്ച് സ്വകാര്യ ആശുപത്രി ആണെങ്കിൽ പോലും ഈ ഡോക്ടർമാരുടെ സംഘടനയും മറ്റുമൊക്കെ ഉണ്ടെങ്കിലും ഈ ഡോക്ടർമാരുടെ സംഘടന കൂടുതലായിട്ടും ഡോക്ടർമാർക്ക് അനുകൂലമായ രീതിയിലുള്ള നിലപാടുകളും മറ്റുമൊക്കെ ആയിരിക്കും എടുക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിക്ക് മുമ്പും വിവിധ തരത്തിലുള്ള ചികിത്സാ പിഴവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ അടക്കം ആ കാര്യങ്ങളിലടക്കം ഇതുവരെയായിട്ടും നീതി കിട്ടാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട്. അത്തരത്തിൽ ഒരു കുടുംബമായിട്ട് ബിന്ദുവിൻ്റെ കുടുംബം മാറാതിരിക്കട്ടെ. കാരണം മറ്റൊന്നുമല്ല, ഒരു ജീവനാണ്. ആ ജീവൻ വെച്ച് കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൃത്യമായ രീതിയിലുള്ള പരിശോധനയും കൃത്യമായ രീതിയിലുള്ള മോണിറ്ററിംഗും ഒക്കെ നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ബിന്ദുവിന്റെ ജീവൻ തിരിച്ച് കിട്ടുമായിരുന്നു. നേരത്തെ ഈ ഭർത്താവ് പറയുന്നുണ്ട് എങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. ശ്യാം പ്രസാദ് ഉത്തമനാണ് വിവരങ്ങൾ നൽകിയത്.